ഒരു വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന അവസരത്തിലാണ് കോൺഗ്രസിനകത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് കെ സുധാകരൻ പരസ്യമായിട്ട് നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നു. അതേസമയത്ത് കേരളത്തിലെ നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരൊക്കെ നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ പാർലമെന്റ് അംഗങ്ങൾ മത്സരിക്കരുത് എന്നായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറച്ചു നിൽക്കുന്ന സമയത്ത് സുധാകരനെ പോലെയുള്ള ആളുകൾക്ക്, അടൂർ പ്രകാശിനെ പോലെയുള്ള ആളുകൾക്ക് ഇളവ് കൊടുക്കണം, അവരെ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളും കൂടുതലാണ്. ഈ ഒരു സമയത്താണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരമായ ഒരു വലിയ തർക്കം നടക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് നേതൃയോഗത്തിനകത്ത് വലിയ ബഹളമുണ്ടായി എന്നാണ് പറയുന്നത്. എന്തായിരിക്കും കോൺഗ്രസിലെ സംഭവങ്ങൾ? കോൺഗ്രസിലെ ഈ ഒരു ഭിന്നത, ആ ഭിന്നത പ്രകടമാവുന്നത് വി.ഡി. സതീശന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതാണോ? ഇതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ കെ ജയപ്രസാദാണ്. നമസ്കാരം. സുധാകരൻ സ്ഥാനാർത്ഥിയാവും, ആവില്ല, ആവും, അങ്ങനെ മാറി മാറി കാര്യങ്ങൾ മറയുകയാണ്. എന്താണ് കണ്ണൂരിൽ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ പോലും, കാരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അദ്ദേഹം പിൻവലിച്ചു. പക്ഷെ വിഷയം സോൾവ് ചെയ്തിട്ടില്ല. കാരണം സുധാകരനെ പോലെ തന്നെ അടൂർ പ്രകാശനും മത്സരിക്കുന്നതിന് വളരെയധികം താല്പര്യത്തോടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അത് അടൂർ പ്രകാശും അതുപോലെ അദ്ദേഹം ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അദ്ദേഹം മത്സര രംഗത്ത് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത്. അപ്പൊ അത്തരത്തില് കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ രസകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് 6-7 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ 5 പേര് ഉറപ്പാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള വിഷയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ വേറൊരു അർത്ഥത്തിൽ അപ്പൊ നമ്മള് വി.ഡി. സതീശൻ ഒരു പരിധിവരെ സേഫായ രീതിയിൽ മുന്നോട്ട് വരികയായിരുന്നു. നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ആവേശമൊക്കെ ഉണ്ടായി. അദ്ദേഹം കേരള യാത്ര നടത്തി, ആ തരത്തിലൊക്കെ അദ്ദേഹം മുന്നേറി. പക്ഷെ ഇതിന് സമാന്തരമായിട്ട് ചെന്നിത്തലയും മുന്നേറുന്നുണ്ടായിരുന്നു. മാത്രമല്ല വി.ഡി. സതീശനെ NSS പോലെയുള്ള സംഘടനകളൊക്കെ പിന്തുണയില്ലാതെ വന്നപ്പം ചെന്നിത്തല കുറച്ചുകൂടി തന്ത്രപരമായ നിലപാടിലെടുത്തു നിന്നു. അപ്പൊ അതിന് ഈ രണ്ടുപേരുടെയും വിഷയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള കണ്ണൂരിലെ വിപ്ലവം. അപ്പൊ കണ്ണൂരിലെ സുധാകരൻ, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് CPM-നകത്തുള്ള ഒരു സുധാകരൻ വിഷയം ആലപ്പുഴയില്. അപ്പം അങ്ങനെ CPM-ലെ സുധാകരന്റെ വിഷയത്തിന്റെ പോലെ തന്നെ കണ്ണൂരിലെ വിഷയം വന്നു. അപ്പൊ കണ്ണൂരിലെ സുധാകരനും മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റും സീനിയർ മോസ്റ്റ് നേതാവുമാണ്. അപ്പം നിലവിൽ MP ആണ്. അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതെ വേറൊരു മന്ത്രിക്ക് യോഗ്യനല്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രി ആകാനാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ MP-മാര് മത്സരിക്കേണ്ട എന്നുള്ള പാർട്ടി നയത്തിൽ ഏറ്റവും ശക്തമായി ഉറച്ചു നിന്ന് വാദിച്ച ഒരാളാണ് വി.ഡി. സതീശൻ. അതിന്റെ ഗുണഭോക്താവായാണ്. അതെ, ഒരർത്ഥത്തിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം MP-മാര് മത്സരിക്കാതിരുന്നാൽ വി.ഡി. സതീശന് ചെന്നിത്തലയെ പോലെ 1-2 പേരെ നേരിട്ടാൽ മതി, അല്ലെങ്കിൽ വേണുഗോപാൽ വന്ന് കൈയടക്കുമോ എന്നുള്ള KC വേണുഗോപാൽ എന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ, നിയമസഭയിൽ സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി വെച്ചും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വെച്ചും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര അല്ലാതെ, അതായത് UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, ഇനി UDF-ന് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള വിഷയം രണ്ടാമത്തതാണ്. അത് തന്നെ ഉറപ്പില്ലാത്തൊരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിലെ 7 ജില്ലകളിൽ മാത്രമാണ് UDF-ന് കുറച്ച് മേൽക്കോയ്മ വേണ്ടത്. വോട്ടിന്റെ ശതമാനത്തിൽ കുറച്ച് വ്യത്യാസം വന്നത് മലപ്പുറം ജില്ലയിൽ വലിയ ഹ്യൂജ് ഷെയർ വോട്ട് UDF-ന് കിട്ടിയതുകൊണ്ടാണ്, മലപ്പുറത്ത്, എറണാകുളത്ത്. അപ്പൊ അതുകൊണ്ട് UDF-ന് ഗ്യാരണ്ടി ഇല്ല. ആ ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലാണ് പാർട്ടിയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള ആന്തരിക സംഘർഷം കൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസമായിട്ട് എല്ലാ ന്യൂസ് ചാനലുകളും മാധ്യമങ്ങളും ഇറാൻ വിഷയം പോലെയുള്ള വിഷയങ്ങളെല്ലാം അവഗണിച്ച്, യുദ്ധത്തെ അവഗണിച്ച്, CPM-നകത്തുള്ള യുദ്ധത്തെയും അവഗണിച്ച് കോൺഗ്രസിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസിലേക്ക് ഒതുങ്ങിയാണ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്, സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ പരാജയപ്പെടുന്നത് വി.ഡി. സതീശനാണ്.
കാരണം വി ഡി സതീശൻ മാത്രമാണ് പരസ്യമായ സ്റ്റാൻഡ് എടുത്തത്. ചെന്നിത്തലയൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് സുധാകരൻ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാതെ വരും. പക്ഷെ വി ഡി സതീശൻ ഒറ്റപ്പെടും. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നം ഇല്ലാതാകുകയാണ്. മാത്രമല്ല ഇതില് അദ്ദേഹത്തിന്റെ സ്ട്രോങ് നിലപാടും മറ്റ് കോൺഗ്രസ് നേതാക്കൾ എടുത്ത ഒരു സോഫ്റ്റ് ലൈനും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് തോന്നും ഒരു ഇനി കെ സി വേണുഗോപാലാണോ സുധാകരനെ കൊണ്ട് ഇങ്ങനെ ശബ്ദിക്കുന്നതെന്ന് വേണേ നമുക്ക്. അല്ല, കെ സി വേണുഗോപാൽ, ഞാൻ മനസ്സിലാക്കുന്ന കെ സി വേണുഗോപാല് ആദ്യം മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഒരു വളരെ ഒരു നയപരമായ ഒരു തീരുമാനമാണ്. അതിന്റെ ഒരു കാരണം കേരളത്തില് മറ്റ് നിരവധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പോരാട്ടം മൂർച്ഛിക്കുമ്പോൾ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം വന്ന് ഇറങ്ങാനാണ് സാധ്യത. അപ്പം നാളെ ഒരു കാലഘട്ടത്തില് കോൺഗ്രസിന്റെ കരുതലാണ്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലടിക്കുമ്പോൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലടിക്കുമ്പോൾ, ഒരുപക്ഷെ അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാലും ഈ തമ്മിലടി കോൺഗ്രസിന്റെ ചരിത്രത്തിലുള്ളതാണ്. കാരണം എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ ഇപ്പൊ കർണാടക ഉൾപ്പെടെ മുഖ്യമന്ത്രി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ഉള്ളതാണ്. പണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അതൊരു പുതിയൊരു കാര്യമല്ല. ഇപ്പൊ കേരളം ഉൾപ്പെടെ, കേരളത്തിൽ നമുക്കറിയാം കരുണാകരന്റെ സർക്കാർ ഒരു തവണ 4 വർഷമായപ്പോഴേ കരുണാകരൻ പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ എ കെ ആന്റണി 4 വർഷമായപ്പോൾ പുറത്തു പോകേണ്ടി വന്നു. അപ്പൊ ആ തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിലും അങ്ങനെ നേതൃത്വ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഹൈക്കമാൻഡിന്റെ നോമിനിയായിട്ട് അവതരിക്കാനാണ് കെ സി വേണുഗോപാൽ റിസർവിൽ നിൽക്കുകയാണ്. കെ സി വേണുഗോപാൽ ആ തരത്തിലൊരു തന്ത്രപരമായ റിസർവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ വരുന്നത് ഈ കോൺഗ്രസ് അതിന്റെ ഒരു ജനിതകമായ ഒരു വിഷയമാണ്. കോൺഗ്രസിന്റെ ഈ ആഭ്യന്തര സംഘർഷം അതിന്റെ കൂടപ്പിറപ്പാണ്. പക്ഷെ അതിനൊക്കെ ഒരു സീമയുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ ഒരു അതിരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് നേരത്തെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള സംഘർഷമാണ് കൂടുതലുണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മൾ ഓരോ ജില്ലയിലും ഓരോ മണ്ഡലത്തിലും ഈ സംഘർഷമുണ്ട്. ഇപ്പൊ തന്നെ റബൽ സ്ഥാനാർത്ഥികൾ ഒരുപാട് സ്ഥലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും മറ്റ് പാർട്ടികളിൽ പോയി മറ്റു പാർട്ടിയിൽ അംഗത്വം നേടിയിട്ട് മത്സരിക്കുന്നുണ്ട്. 2020 കുന്നനാട് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ജില്ലാതല നേതാവായിരുന്ന ഒരാളാണ്. ഇപ്പൊ കുട്ടനാടിലെ പ്രതിഷേധമുണ്ട്, അമ്പലപ്പുഴ മണ്ഡലത്തിലുണ്ട്, മറ്റു പല മണ്ഡലങ്ങളിലും ആ തരത്തിലുള്ള സംഘർഷമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കോൺഗ്രസ് ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത ആഭ്യന്തര സംഘർഷത്തിന്റെ ചുഴിയിലാണ്. അത് സുധാകരനെ പോലുള്ള ഒരു സീനിയർ നേതാവ് അത് മാക്സിമം അത് ഇലക്ഷന് കേവലം 20 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു പോരാട്ടം അവർ തുടരുന്നത്. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ, നമ്മുടെ ഭരണ വ്യവസ്ഥയെ തന്നെ, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രക്രിയയെ തന്നെ ഒരു തരത്തില് അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഒരു മുഖ്യ പാർട്ടി, അതും നമ്മുടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാർട്ടി. ഇത് യഥാർത്ഥത്തില് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയുടെയും പരാജയമാണ്. കാരണം അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സാധാരണഗതിയിൽ പ്രാദേശിക തലത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് KPCC തലത്തിൽ അത് പരിഹരിക്കപ്പെടും. ഇപ്പൊ PCC തലത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഹൈക്കമാൻഡ് പരിഹരിക്കപ്പെടണം. ഇതിപ്പോ ഹൈക്കമാൻഡിന് പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോ കേരളത്തിലെ ആളുകൾ തന്നെയാണ് ഡൽഹി പോയി ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലെ പ്രമുഖരെല്ലാം ഡൽഹിയിൽ ചർച്ച ചെയ്യണം. അപ്പൊ അവിടെ യഥാർത്ഥത്തില് ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നോക്കുകുത്തിയാണ്. കാരണം നമ്മൾ ഇതില് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും റോൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഈ ചർച്ചയിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇല്ല. ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളിന് ഇതുപോലെയുള്ള നിർണായക നിമിഷങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കാതെ റിസോൾവ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്ത് റോളാണുള്ളത്? ഇതിപ്പോ മാധ്യമങ്ങളിൽ വിഴുപ്പലക്കാൻ അവസരം കൊടുക്കുകയും കോൺഗ്രസിന്റെ സാധ്യതയല്ല മറ്റ് പ്രദേശത്തിൽ ഇപ്പൊ തന്നെ സാധാരണ വോട്ടർ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യുന്ന പലരും 2026 കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പലരും വിചാരിക്കും ഇതിനേക്കാളും നല്ലത് പിണറായിയുടെ സർക്കാരായിരുന്നു. കാരണം ആ തരത്തിലേക്കായിരിക്കും ഇവരുടെ തമ്മിലടി മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് ഈ കേരളത്തിലെ അതൊരു സത്യമാണ്. കാരണം എന്തോന്ന് പറഞ്ഞാൽ CPM-ലും ഇടയ്ക്കിപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിലൊക്കെ തർക്കം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് സോൾവ് ചെയ്തു.
പിന്നെ ചിലപ്പം അവർ ഇന്റേണൽ ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് പുറത്തേക്ക് വന്നിരുന്നില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് ഇതിന് ഇലക്ഷൻ കഴിഞ്ഞാലും ഡെയിലി തമ്മിലടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, ഈ അഥവാ ജയിക്കുകയാണെങ്കിൽ തന്നെ. അല്ല, അന്ന് 2006 വിഷയം എന്ന് പറഞ്ഞാല് അച്യുതാനന്ദനെ ആദ്യം പ്രായത്തിന്റെ പേര് പറഞ്ഞവര് മാറ്റി നിർത്തുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു നീലേശ്വരം അദ്ദേഹത്തിന്റെ കുറച്ച് ആരാധകർ ആദ്യം പ്രതിഷേധിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് റിസോൾവ് ചെയ്യുകയും അദ്ദേഹത്തെ മലമ്പുഴയ്ക്ക് അയക്കുകയും അദ്ദേഹം ജയിക്കുകയും മുഖ്യമന്ത്രിയുമായി. അപ്പൊ അത് ചരിത്രമായി മാറി. ഇവിടെ വിഷയം അതല്ല. ഈ വിഷയം ഇവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല. ഇതിപ്പം സുധാകരൻ നാളെ ജയിച്ചു, ആരായിരിക്കും മുഖ്യമന്ത്രി? അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നു, ചെന്നിത്തല ഒന്നാമനായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ ഫൈനൽ റൗണ്ടിൽ വരുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമൻ വരികയാണ്. മൂന്നാമൻ വരുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ കാണുന്ന ഇതേ സംഘർഷം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന മെയ് 4-ാം തീയതിയാണല്ലോ റിസൾട്ട് വരുന്നത്. അന്ന് ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. കാരണം മുഖ്യമന്ത്രി ആരാകും, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് നിയമസഭയിൽ ആരാകും? അത് സുധാകരനാകുമോ, അവൻ ചെന്നിത്തലയാകുമോ, അതോ വി.ഡി. സതീശനാകുമോ, അതോ ഇവര് മൂന്നുപേരെ ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നോമിനിയായിട്ട് കെ.സി. വേണുഗോപാൽ വരുമോ എന്നുള്ള തരത്തിൽ. അപ്പം കേരളം നേരിടാൻ പോകുന്ന, കേരള മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയ വിരുന്ന് കിട്ടാൻ പോകുന്നത് UDF-ന് ഭൂരിപക്ഷം, ഒരു നാമമാത്രമായ ഭൂരിപക്ഷങ്ങളിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ആണെങ്കിൽ ആര് നേതാവ് എന്നുള്ള ഏറ്റവും വലിയ സംഘർഷമായിരിക്കും ഇതിന്റെ ഒരു ബാക്കി പത്രം. മുസ്ലിം ലീഗിന് കുറച്ചുകൂടി ബാർഗൈൻ ചെയ്യാനുള്ള ശക്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ബാർഗൈൻ ചെയ്യാല്ലേ. കാരണം നിങ്ങൾക്കൊരു താവളം ഇല്ലെങ്കിൽ പിന്നെ ബാർഗൈൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇന്ന് തന്നെ UDF-ല് കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നുള്ള രണ്ട് കക്ഷികളാണ് പ്രധാനമായിട്ടുള്ളത്. വളരെ ദുർബലമായി കഴിഞ്ഞു കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം. പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഒരു സീറ്റിനപ്പുറം ഉള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി വരുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വളരെ ശക്തമാണ്. മുസ്ലിം സാമുദായികപരമായിട്ടും പൊളിറ്റിക്കലി അവർ യുണൈറ്റഡ് ആണ്. പക്ഷെ അവർക്ക് വേറൊരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് കയറേണ്ടി വരും. കാരണം 10 വർഷമായിട്ട് അവർ വെയിൽ കൊള്ളുകയാണ്. അപ്പൊ ഇനിയും ഒരു കൂടുതൽ നന്നാൽ അത് വളരെ ശിഥിലമാകും. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മുന്നിൽ 2 ഓപ്ഷൻ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്നത്. ഒന്ന്, ഈ UDF എന്നുള്ള കൂടാരം വിട്ട് പുതിയ താവളം കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കൂടാരത്തിൽ കിടന്ന് സ്വയം നശിക്കുക എന്നുള്ളത്. കാരണം തങ്ങളുടേതായ കുറ്റമല്ലാതെ കോൺഗ്രസ് കാണിക്കുന്ന ഈ ശിഥിലീകരണ രാഷ്ട്രീയം, അത് രാഹുൽ ഗാന്ധിക്ക് അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഒരു കേന്ദ്ര നേതൃത്വം, ഇപ്പൊ മല്ലികാർജുന ഖാർഗെ പ്രസിഡന്റ് എന്ന് പറയുന്നെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ഒരു നേതൃത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? ക്രൈസിസ് വരുമ്പോഴാണ്. ഒരു നേതൃത്വം ഒരു പാർട്ടിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സമൂഹത്തിലാണെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴാണ്. ഈ ക്രൈസിസിനെ മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ റിസോൾവ് ചെയ്യുന്നതിന് പകരം അത് ദിവസങ്ങളോളം കൊണ്ടുപോയിട്ട് വളരെ നാമമാത്രമായ ഇപ്പം ദിവസങ്ങളാണ് ഇലക്ഷൻ ഉള്ളത്. അതിൽ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ആദ്യമായി മത്സരിക്കുന്നവരായിരിക്കും. അവർക്ക് ഈ മണ്ഡലത്തിലൊന്ന് ചുറ്റി നടന്ന് വോട്ട് ചോദിക്കാനുള്ള അവസരം പോലും ലഭിക്കാത്ത സാഹചര്യം വരും. ഇന്നും കാരണം പുതുതായിട്ട് അവർ റിലീസ് ചെയ്യേണ്ട ലിസ്റ്റാണ്, 40-40ലധികം പേരുടെ ലിസ്റ്റ് വരേണ്ടതുണ്ട്. അപ്പൊ റബലുകളൊക്കെ പിന്നീടാണ് വരാൻ പോകുന്നത്. ആ തരത്തില് കോൺഗ്രസ് അതിന്റെ 10 വർഷത്തിൽ നിന്നത്തെ പ്രതിപക്ഷ ജീവിതത്തിൽ നിന്ന് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്ന് ഉന്മൂലനം ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് അവരൊന്നും പഠിക്കാതെ വീണ്ടും ഇങ്ങനെ ഒരു സംഘർഷത്തിന്റെ ഇതിലേക്ക് പോകും. കേരളത്തിലെ യങ് വോട്ടേഴ്സ് ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുമോ, ഈ മുന്നണിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സമയത്താണ് കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരു തർക്കമൊക്കെ പാർട്ടികളിലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ തർക്കം പരിഹരിക്കാതെ നീട്ടി പോവുകയാണ്. ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശന്റെ ചിറക് അരിയുന്ന രീതിയിൽ അദ്ദേഹമൊക്കെ മുന്നോട്ട് വെച്ച MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന തീരുമാനം മാറ്റേണ്ടി വരികയാണ്. അത് സുധാകരന്റെ സമ്മർദ്ദത്തിലാണ്. ഒരുപക്ഷെ അതിന്റെ പിറകിൽ ചിലപ്പം കെ.സി. വേണുഗോപാലൊക്കെ കാണുമായിരിക്കാം. എന്തായാലും കോൺഗ്രസ് അകത്ത് വലിയ അന്തഛിദ്രമാണ് നടക്കുന്നത്. ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ ഇനി ഇവരുടെ കൂടെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള മുസ്ലിം ലീഗിന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൈയൊഴിയേണ്ടി വരും. കാരണം 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന ലീഗിന് ഇനി വീണ്ടും അധികാരമില്ലാതെ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി ഇത്തവണയും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ലീഗ് അധികാരം അവിടെ നിൽക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ഏതായാലും നമുക്ക് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് 2 കാര്യമാണ് പ്രധാനമായിട്ടും മനസ്സിലാവുന്നത്. ഒന്ന്,
മുഖ്യമന്ത്രിയാവാൻ കൊതിച്ചിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി താനാണ് സ്വാഭാവികമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കരുതിയിരുന്ന വി.ഡി. സതീശന്റെ പദ്ധതികളൊക്കെ പാളുകയാണ്. രണ്ടാമത്തേത്, അല്പമെങ്കിലും ഒരു ജയസാധ്യത ഉണ്ടായിരുന്ന UDF-ന് അത് നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗ് UDF വിടാൻ നിർബന്ധിതമാവും എന്നാണ് നമുക്ക് തോന്നുന്നത്.